നമ്മുടെ എല്ലാം പ്രിയ താരമാണ് ഷാരൂഖ് ഖാൻ അഥവാ കിങ് ഖാൻ. ഈ കിങ് ഖാന്റെ നാവ് അറുത്തുകൊണ്ടുവരുന്നവർക്ക് 1,00,000 രൂപ പാരിതോഷികം തരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഇറാനിലോ ആയിരിക്കും ഈ കാര്യം നടന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഫത്വ ആയിരിക്കും, ഏതെങ്കിലും ഒരു മത നേതാവിന്റെ ഫത്വ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. സംഭവം അവിടെയല്ല. മഹാത്മാഗാന്ധിയെ കൊന്ന സംഘടനയായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ ആഹ്വാനമാണ് ഇതെന്ന് പറയുന്നത്. ബംഗ്ലാദേശ് താരത്തെ ടീമിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഹിന്ദു മഹാസഭ ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമകളിൽ ഒരാളായിട്ടുള്ള ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ നാവരിയുന്നവർക്ക് 1,00,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഹിന്ദു മഹാസഭ നേതാവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഷാരൂഖ് ഖാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യമായിട്ടല്ല വിവാദത്തിൽ ഏർപ്പെടുന്നത്. നേരത്തെ പാകിസ്ഥാൻ അംഗങ്ങളെ കൂടുതലായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെടുത്തതിന്റെ പേരിലും ഷാരൂഖ് ഖാനെതിരെ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പല ആക്രമണങ്ങളും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാരൂഖ് ഖാൻ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL ടീമിനായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം മുസ്തഫിസൂർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വാങ്ങിയതിനെ തുടർന്ന് ഷാരൂഖ് ഖാനെ രാജ്യദ്രോഹി എന്ന് വിളിച്ച BJP നേതാവ് സംഗീത് സോമിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ മുൻ ആഗ്ര ജില്ലാ പ്രസിഡന്റ് മീര താക്കൂറിന്റെ ഈ നാവറുക്കൽ പ്രസ്താവന കൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ബംഗ്ലാദേശിൽ ജീവനോടെ കത്തിക്കപ്പെടുന്നു, എന്നിട്ടും അദ്ദേഹം അവിടെ നിന്ന് കളിക്കാരെ വാങ്ങുന്നു, ഞങ്ങൾ ഇത് അനുവദിക്കില്ല. ഷാരൂഖ് ഖാന്റെ പോസ്റ്റുകളിൽ കരിയോയിൽ പൂശുകയും ചെരുപ്പ് കൊണ്ട് അടിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ ഇത് പറഞ്ഞത്. അയോധ്യയിൽ നിന്നുള്ള മറ്റ് സ്ഥലങ്ങളിൽ, അതായത് അയോധ്യയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള സന്യാസിമാരും ബംഗ്ലാദേശ് താരം റഹ്മാനെ IPL ടീമിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ബോളിവുഡ് താരത്തെ വിമർശിച്ചിട്ടുണ്ട്. BCCI ഒരു തീരുമാനമെടുക്കും. ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങൾ അവിടെയുള്ള ഹിന്ദുക്കളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിക്കണം. ധീരേന്ദ്ര ശാസ്ത്രിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു വീരനല്ല, വ്യക്തിത്വമില്ലാത്ത ആളാണ്. സ്വാമി രാം ഭദ്രാചാര്യയും ഷാരൂഖ് ഖാനെ ഇത്തരത്തിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഷാരൂഖ് ഖാന്റെ പ്രശസ്തി രാജ്യത്തെ ജനങ്ങൾ കാരണമാണ്. അദ്ദേഹം ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കണമെന്നും അഖിലേന്ത്യാ അഖാഡ പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് രവീന്ദ്ര പുരി പറഞ്ഞിട്ടുണ്ട്. ഷാരൂഖ് ഖാന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹത്തെ ബംഗ്ലാദേശിലേക്ക് അയക്കണമെന്നും മറ്റൊരു ദിനേശ് ഫലാരി മഹാരാജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.